തീരദേശപാത ഉപരോധിച്ച ജനങ്ങൾ കടൽ കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ഏത് പ്രതിസന്ധികളെയും മറികടന്ന് ഈ പ്രശ്നത്തിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാകും വരെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണിവർ. മട്ടാഞ്ചേരി ACP മനോജ് KRന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് സന്നാഹവും സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ടെട്രാപോഡ് കടൽഭിത്തി വേണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണമാലി തീരദേശപാത ജനങ്ങൾ ഉപരോധിച്ചത്. വർഷങ്ങളായുള്ള തങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പുലർച്ചെ തന്നെ റോഡ് ഉപരോധിക്കുകയായിരുന്നു. VT സെബാസ്റ്റ്യൻ ജനറൽ കൺവീനറായുള്ള ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതാക്കന്മാരായ നിർമ്മൽ തുഷാർ, ജെയ്സൺ കൂപ്പർ, സുജാ ഭാരതി, ജയൻ കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1713 ദിവസമായി സമരം നടത്തുന്നുണ്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ ആരോപണം. വലിയ കടലാക്രമണവും കടൽക്ഷോഭവും നേരിടുന്ന ജനതയാണ് ഇവിടെയുള്ളത്. പ്രദേശത്ത് 6 പുലിമുട്ടും പുത്തൻതോട് കണ്ണമാലി പ്രദേശത്ത് 9 പുലിമുട്ടുമാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിന് നീക്കിവെച്ച തുക 344.2 കോടി രൂപയാണ്. എന്നാൽ എസ്റ്റിമേറ്റ് ഒന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന 12 കിലോമീറ്റർ എന്ന് പറയുന്നത് 7.36 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി. പുലിമുട്ട് 15 എന്നുള്ളത് 6 ആയിട്ട് ചുരുങ്ങി. മണ്ണിന്റെ ഒഴുക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നു, ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 1918, അതായത് 100 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് ഈ പോർട്ട് ഉണ്ടാക്കുന്ന ബ്രിട്ടീഷുകാർ ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യം ഡേറ്റ് വരെ നമുക്ക് പറയാൻ പറ്റും. 1918 ജനുവരി മാസം 18-ാം തീയതി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അന്നത്തെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലവർ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കപ്പൽച്ചാലിന്റെ ഇരുവശത്തും 2 മൈൽ ദൈർഘ്യത്തിൽ പുലിമുട്ട് ഇട്ടില്ല എങ്കിൽ ഈ കപ്പൽച്ചാലിന്റെ ഇരുവശത്തുമുള്ള കര കടലിൽ ഇടിഞ്ഞ് താണു പോകും. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1918 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ട് ഈ പോർട്ടിന്റെ ചരിത്ര രേഖകളിൽ ഇപ്പോഴും കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. കോടതിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ഹാജരാക്കിയിട്ട് കേസ് നടത്തിയിട്ടുണ്ട് ആളുകൾ. ഓഗി ദുരന്തത്തിന് ശേഷം ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ 7.2 കിലോമീറ്റർ ടെട്രാപോഡ് എത്തിയെങ്കിലും കണ്ണമാലി പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോഴും പ്രളയഭീതിയിലാണ്. പ്രതിഷേധത്തിനിടെ കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും അതിനെ മറികടന്ന് നിരവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പുലിമൂട് സ്ഥാപിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ഒന്നടങ്കമുള്ള ആവശ്യം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബസ് ജീവനക്കാർ സർവീസ് ട്രിപ്പ് മുടക്കിയതും ഗുണ്ടുപറമ്പിൽ നിന്നും കണ്ടക്കടവിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിട്ടതുമൂലവും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടില്ല. കൊച്ചി തഹസിൽദാർ ശ്രീജിത്ത് S, ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും കൊച്ചി ജനകീയ വേദി നേതാക്കന്മാർ യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറായില്ലെന്ന് മാത്രമല്ല കളക്ടർ എത്താതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു. കടലിൽ കയറാൻ ചാൻസ് ഉള്ള ദിവസമാണ് ഇന്ന് തൊട്ട്. ഭാഗ്യം കൊണ്ട് വടക്കൻ നീരായിരുന്നു, വടക്ക് നിന്നുള്ള കാറ്റ്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വീണ്ടും കാറ്റ് മാറുന്നതിന്റെ ലക്ഷണമുണ്ട്. ഇപ്പൊ വാവ് കഴിയുന്ന നാളെ മുതൽ വീണ്ടും കടലിൽ കയറും. അപ്പോൾ കടലിൽ കയറിക്കോട്ടെ, അതിനൊന്നും നമുക്കിതല്ല. നമ്മൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ എറണാകുളം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്ന നിലയിൽ P. രാജീവ് നമ്മുടെ സമര സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം പറയണം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ ഇറിഗേഷൻ മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വന്ന് പറയണം ഇവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്ന് പറയണം എന്നുള്ളതായി. നമ്മൾ ഒരു സ്റ്റെപ്പ് താഴ്ന്നു കൊടുത്തു. കളക്ടർ വന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡിമാൻഡ് അംഗീകരിച്ചാൽ, നമ്മൾ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ നമുക്ക് സമരത്തിൽ നിന്ന് പിന്മാറാം. അപ്പൊ അവരൊരു തന്ത്രമെടുത്തു. കളക്ടറില്ല, ഡെപ്യൂട്ടി കളക്ടറുണ്ട്, കളക്ടർ മീറ്റിംഗിലാണ്.
അപ്പോൾ നമ്മൾ ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് ബാക്കി 2-3 ദിവസം കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ കളക്ടറുമായിട്ട് മറ്റൊരു ചർച്ച നടത്തി ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ് ഡെപ്യൂട്ടി കളക്ടർ നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ അംഗീകരിക്കണോ വേണ്ടയോ? എന്താണ് ചെയ്യേണ്ടത്? നമ്മളേതായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാം. കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാരിന് മുമ്പിൽ ഈ ജനം വീടിനകത്ത് കിടന്നുറങ്ങാൻ വയ്യാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ, സുരക്ഷിതമില്ലാതെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടോ? മറുപടി പറയാനുണ്ടോ? വേണമെങ്കിൽ നിയമവും സർവ്വവിധമായ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധമായ നിയമ സംവിധാനവും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധമായ മിഷനറി, അതായത് നമുക്കറിയാമല്ലോ എന്താണെന്ന്, അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയാണെന്ന് ഇന്നലെയും മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത് കേട്ടു. ഇവിടെ എന്തുകൊണ്ട് ഈ ജീവൻ അങ്ങനെയെങ്കിലും പൂച്ചട്ടിയെ വെച്ചെങ്കിലും തല്ലിക്കൊല്ലാൻ ഇങ്ങോട്ട് പോകാം? ആരോടെങ്കിലുമുള്ള വിരോധവും ആരോടുള്ള ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വിരോധമൊക്കെ കൊണ്ട് ഇപ്രകാരമുള്ള സമരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരികളോട് ഈ സമരം കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചിയിൽ വെച്ച് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാത്തു 8 മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനിടെ റോഡിൽ തന്നെ അടപ്പുകൂട്ടി ഭക്ഷണമുണ്ടാക്കിയും ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. മട്ടാഞ്ചേരി ACP മനോജിന്റെയും കണ്ണമാലി പോലീസ് ഇൻസ്പെക്ടർ സിജിൻ മാത്യുവിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് സന്നാഹവും സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഫാദർ ടോപ്പോൾ, ഫാദർ ജോൺ കളത്തിൽ, ഷാജി ജോസഫ് അറയ്ക്കൽ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കരിമാഞ്ചേരി എന്നിവർ സംസാരിച്ചു. ഉത്തരവാദിത്വമില്ലാത്ത നിരുത്തരവാദിത്വത്തിൽ പെരുമാറുന്ന ജനപ്രതിനിധികളും സർക്കാരുമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ജനം ഈ നടുറോഡിലിരുന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. സർക്കാരിന്റെ ഹിഡൻ അജണ്ട വളരെ വ്യക്തമാണ്. തീരദേശത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിഞ്ഞു പോകണം. അങ്ങനെ തീരദേശം മുഴുവൻ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റണം. മാത്രമേ നമ്മളിതിൽ സംസാരിക്കുമെന്ന്. കഴിഞ്ഞ കൊല്ലം സാറ് വന്നതാണ്. ജൂലൈ മാസം 7-ാം തീയതിയോ 8-ാം തീയതിയോ സാറ് ഇവിടെ വന്നതാണ്. സാറിന്റെ പുറകെ നടന്ന് ഓടിക്കൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ സാറെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ 1 കൊല്ലമായി ഒന്നും ശരിയായിട്ടില്ല. 2 മന്ത്രിമാർ വന്ന് പ്രഖ്യാപിച്ചു, അതും ശരിയായിട്ടില്ല. കുറഞ്ഞ പക്ഷം സാർ ഇവിടെ വന്ന് സമ്മതിക്കാതെ, ഞങ്ങളുടെ ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അതല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഇത്രമാണ്. പോർട്ട് ട്രക്ക് ചെയ്ത് വെച്ച് 24 മണിക്കൂറും ആഴക്കടലിൽ കൊണ്ട് കളയുന്ന എക്കല് നമ്മുടെ തീരത്ത് ചെല്ലാനം മുതൽ വടക്കോട്ട് സൗദി വരെ അടിക്കുക. ഇത് അത്യാവശ്യമായിട്ട് ചെയ്യാനായിട്ട് ഉടൻ തീരുമാനമെടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ഇതിനെന്തായാലും പെട്രോൾ തന്നെ വരണം. ഇത്രയും നമ്മൾ നഷ്ടപ്പെട്ട് ഓരോ വീട്ടിലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടോ നമ്മുടെ വീടും എല്ലാം കൊണ്ടുണ്ടാക്കി വന്നത്. ഓരോരുത്തരും കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാ സാധനവും, ഫ്രിഡ്ജ് ആണെങ്കിലും വീട് പോലും നഷ്ടപ്പെട്ടിരിഞ്ഞു. സമരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറായി എന്നെ പറഞ്ഞു വിട്ടതാണ്. ജില്ലാ കളക്ടർ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോടും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ ടെട്രാപോഡാണ് ഏറ്റവും ഈ ശാശ്വതമായ പരിഹാരം. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പ്രപ്പോസൽ ഗവൺമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു പുതിയ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഓർ ടെസ്റ്റ് ഡ്രഡ്ജ് ചെയ്യുന്ന മെറ്റീരിയൽ ഈ കടൽ തീരത്ത് നിക്ഷേപിക്കാൻ കഴിയുമോ? അങ്ങനെ അത് നിക്ഷേപിച്ചാൽ ഇവരുടെ ഈ ഭാഗത്തുള്ള കടൽ ആക്രമണം കുറയും എന്നാണ് ഇവർ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.